Hi dears, welcome to AchusDesign. ഇന്ന് നമ്മൾ റോക്കോട്ടിൻ്റെ ഫാബ്രിക്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോൾഡൻ കളറിലെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. റൗണ്ട് ബീഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈസിലെ ബീഡ്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആൻറ്റി ഗോൾഡ് കളറിലെ ചെറിയ ഷുഗർ ബീഡ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു രണ്ട് ബീഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ നമ്മുടെ ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്, ബീഡ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു സൈഡിലേക്കാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു നെക്ക് മാർക്ക് ചെയ്തിട്ട് അത്രയും വീതി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മുടെ ആ ഒരു സെൻറ്റർ പോർഷൻ തുടങ്ങുന്നത് ഈ ഒരു കർവ് ഷേപ്പിലൊന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കണം. അതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു കർവ് ഷേപ്പ് വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു കോർണറിൽ നിന്ന് കർവ് ഷേപ്പ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തുനിന്ന് അവിടെ നിന്ന് ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് താഴത്തെ ആ ഒരു പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ഒരു ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. സൈഡിലൊക്കെ നമ്മൾ ബീഡ്സാണ് കേട്ടോ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് ബീഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ത്രെഡ് വർക്കൊന്നും നമ്മളിതിൽ ചെയ്തിട്ടില്ല, ഫുള്ള് ബീഡ് വർക്കാണ്. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ഈ ഒരു പാറ്റേൺ നമ്മുടെ മെറ്റീരിയലിലേക്ക് ട്രേസ് ചെയ്യുകയോ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കുകയോ ചെയ്യുക. ഞാനിവിടെ ഫ്രീ ഹാൻഡായിട്ടാണ് കേട്ടോ വരച്ചിരിക്കുന്നത്. അപ്പോൾ ട്രേസ് ചെയ്യേണ്ടവർക്ക് ഈ ഒരു പാറ്റേൺ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു ഫാബ്രിക് റോക്കോട്ടിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫാബ്രിക്കിലേക്ക് എങ്ങനെയാണ് ബീഡ്സ് ഒന്ന് ഫിക്സ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. നോർമൽ നീഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഈസി ഡിസൈനാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു മാർക്കിംഗ് കൊടുത്തിരിക്കുന്ന ഭാഗമെല്ലാം വളരെ തിക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബീഡ്സ് ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒട്ടും ഗ്യാപ്പ് വരുത്തരുത്. ഗ്യാപ്പ് വരുത്താത്ത വിധത്തിൽ ഈ ഒരു മെത്തേഡിൽ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് വന്നു കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭംഗി ഉണ്ടാകത്തില്ല കാണാനായിട്ട്. അപ്പം നമുക്ക് ഇതുപോലെ നമുക്ക് ആ ഒരു ബീഡ്സ് ഡിസൈൻ നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ തിക്കായിട്ട് കേട്ടോ ചെയ്ത് കൊടുക്കണേ. നമുക്ക് അടുത്ത് ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഉണ്ടാവാത്ത വിധത്തിൽ വേണം നമുക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു അളവിലുള്ള ഷുഗർ ബീഡാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള ഷുഗർ ബീഡ് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടും യൂസ് ചെയ്യാം. ഗോൾഡൻ തന്നെ വേണമെന്നില്ല, ഏത് കളറായാലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള ബീഡ്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ആ സ്ട്രെയിറ്റ് ലൈൻ ഞാനൊരു കർവ് ചെയ്ത ഭാഗത്ത് നിന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചില്ലായിരുന്നോ, ആ ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ ആ ഒരു റൗണ്ട് ബീഡ് നമ്മൾ ആദ്യം കാണിച്ച വലുപ്പത്തിലുള്ള റൗണ്ട് ബീഡ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു ഹാഫ് ഇഞ്ചെങ്കിലും വിട്ട് കൊടുത്തിട്ട് വേണം താഴേക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മളിവിടെ ഒരെണ്ണം ചെയ്തു, ഇനി കണ്ടോ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് അടുത്തത് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഓരോ ബീഡും താഴേക്ക് നമ്മുടെ ലൈൻസ് കൊടുത്തിട്ടുള്ള ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ ഇൻസ്റ്റയിൽ വന്നിട്ട് എനിക്ക് പറഞ്ഞിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു ബീഡ്സ് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നമുക്കൊരു 2 ഡേയ്സിനുള്ളിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് നേരം അധികത്തിൽ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ഡേയ്സിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുറച്ചും കൂടെ സമയമൊന്നും കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് ധൃതി വെച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുറച്ച് സാവകാശം ചെയ്യുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ആ ഒരു പോർഷൻ, അതായത് നെക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് അതേപോലെ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ തിക്കായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തിക്കായിട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു വർക്കിന് ഭംഗി ഉണ്ടാവത്തുള്ളേ. അപ്പം നമുക്കിതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പം നമുക്ക് നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്